തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര നഗരസഭയിലെ കുട്ടപ്പന വാർഡിലെ സ്ഥാനാർത്ഥി യുവവക്കീലാണ്. കോടതി വ്യവഹാരങ്ങളും ജനസേവനങ്ങളും തനിക്ക് ഒരേ സമയം വഴങ്ങുമെന്ന് ഒരിക്കൽ തെളിയിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് അനിത. ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് അനിത മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് അനിത ഇത്തവണ ജനവിധി തേടുന്നത് നെയ്യാറ്റിൻകര നഗരസഭയിലാണ്. കൂട്ടപ്പന വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അനിതയ്ക്ക് കോടതി വ്യവഹാരങ്ങളുടെ തിരക്കും ജനസേവനവും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇതിനോടകം തെളിയിച്ചിരുന്നു. 11 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് എത്തിയിട്ട് ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആയി. രണ്ടും കൂടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. രണ്ടും അഡ്വക്കേറ്റ് പ്രൊഫഷനായാലും ഏകദേശം ഒരു പൊതുപ്രവർത്തനം പോലെ തന്നെയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ നിയമത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മേഖലയാണ്. അത് തന്നെയാണ് മറ്റ് ഒരു സേവന രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ്. ഇപ്പോൾ പഞ്ചായത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന സമയത്തായാലും ഒരുപാട് പേരുടെ അത് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായാലും ശരി തന്നെയാണ്, വലിയ കാര്യങ്ങളായാലും ശരി തന്നെയാണ്. ആ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് കുപ്പായം എനിക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടിലധികമായി നെയ്യാറ്റിൻകര കോടതിയിലെ സജീവ അഭിഭാഷകയാണ് അനിത. അത്തിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ ഉപാധ്യക്ഷ എന്നതിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വിശ്വാസം തന്നെയാണ് അനിതയെ നെയ്യാറ്റിൻകര നഗരസഭയിലെ സ്ഥാനാർത്ഥിത്വത്തിന് തെരഞ്ഞെടുത്തത്. നിലവിലെ കൂട്ടപ്പന വാർഡിന്റെ BJP കൗൺസിലറായ മഹേഷിന്റെ ഭാര്യ LK സുപ്രിയയാണ് ഇത്തവണ NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി I ബിന്ദുവും മത്സര രംഗത്തുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പാലക്കാട് തൃത്താലയിൽ LDFൽ ഭിന്നത. ആനക്കര പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. 5 സ്ഥാനാർത്ഥികൾ വാരണാധികാരിക്ക് മുൻപാകെ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമായി. പഞ്ചായത്തിൽ CPI തനിച്ചു മത്സരിക്കും. 5 വാർഡുകളിലാണ് CPI സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. LDFുമായി സഹകരിച്ച് 7, 8, 9 വാർഡുകൾ വിട്ടു നൽകാൻ ആദ്യഘട്ടത്തിൽ CPI ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് CPM തയ്യാറായില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് CPI നിലപാട് കടുപ്പിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുന്നോട്ട് വന്നത്. സീറ്റ് തർക്കം ജില്ലാതലത്തിലുള്ള ചർച്ചകളിലും പരിഹരിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് CPI ആനക്കര ലോക്കൽ സെക്രട്ടറി സുരാമലമൽക്കാവ് പറഞ്ഞു. കാലാകാലങ്ങളായിട്ട് ഇവര് 2 സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ വെച്ചാൽ 2 സീറ്റാണെങ്കിൽ 1 ജയിക്കുന്നത്. ഈ സീറ്റ് മേടിക്കുന്നതിനുള്ള ഞങ്ങൾ പോകുന്നത് ജയിച്ചാൽ സീറ്റും കൂടി പോകുമ്പോൾ ഞങ്ങൾ വേറെ പോകുന്നില്ലല്ലോ. അപ്പൊ അവര് ഇത് വേണമെടുത്തു എന്നുള്ള രാഷ്ട്രീയത്തിലുള്ള സ്വരമാണ് സംസാരിച്ചത്. അതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ ഒറ്റയ്ക്ക് എല്ലാ വാർഡിലും നിൽക്കേണ്ടി വന്നത്. ഇതിലെന്താ വെച്ചാൽ തിരുവപ്പുറ ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിനാണ്. ആ ജില്ലാ പഞ്ചായത്തിന് CPIയുടെ വാർഡിലും CPIയുടെ സ്ഥാനാർത്ഥിയായതിന്റെ പേരിലാണ് അവിടെ ഒന്നും ഞങ്ങൾ ചിഹ്നത്തിൽ മത്സരിക്കാനോ ഞങ്ങളെ ആളെ നിർത്താനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കാത്തത്. ബാക്കി ഞങ്ങൾക്ക് ഇപ്പൊ 2 ചിഹ്നത്തിലാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ ചിഹ്നത്തിൽ 2 മത്സരിക്കുന്നത്. ഒന്ന് 13-ാം വാർഡിലും ഒന്ന് 14-ാം വാർഡിലും. ബാക്കിയുള്ളവർക്ക് സ്വതന്ത്രന്മാരാണ്. അതൊന്നും CPIയുടെ ഫുൾ ഉത്തരവാദിത്തമല്ലല്ലോ. സ്വതന്ത്രന്മാർക്ക് എല്ലാവർക്കും മത്സരിക്കാം. വാർഡ് 7, 8, 12, 13, 14 എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുക. 2 പേർ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ന്യൂസ് 18 തൃത്താല. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഒറ്റശേഖരമംഗലം ഡിവിഷനിലെ ഇത്തവണ പോരാട്ടം തീപാറും. ഗുരുവും ശിഷ്യയുമാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നാൾക്കുനാൾ ശക്തി